നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. കേരള കമ്മ്യൂണിക്കേറ്റേഴ്സ് കേബിൾ ലിമിറ്റഡ് KCCL സംസ്ഥാന കൺവെൻഷന്റെ ഭാഗമായുള്ള സ്വാഗത സംഘ രൂപീകരണ യോഗം ചേർന്നു. സെപ്റ്റംബർ 27 ആലപ്പുഴയിൽ വെച്ചാണ് കൺവെൻഷൻ സംഘടിപ്പിക്കുന്നത്. NGO യൂണിയൻ ആലപ്പുഴ സിവിൽ സ്റ്റേഷൻ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പച്ചക്കറി കൃഷിക്ക് തുടക്കമായി. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രി അങ്കണത്തിൽ ആരംഭിച്ച കൃഷി അമ്പലപ്പുഴ MLA ചിസ്ലാം തൈനട്ട് ഉദ്ഘാടനം ചെയ്തു. ഒറ്റ ദിവസം കൊണ്ട് ഏറ്റവും കൂടുതൽ കാറുകൾ വിതരണം ചെയ്ത ആലപ്പുഴ പാതിരാപ്പള്ളി ഇഞ്ചിയോൺ കിയ ഷോറൂം ശ്രദ്ധ നേടി. ചിങ്ങമൊന്നിന്റെ ഭാഗമായി ഷോറൂമിൽ നടത്തിയ പ്രൗഢഗംഭീരമായ ചടങ്ങിലാണ് 30ഓളം കാറുകൾ ഉപഭോക്താവിന് കൈമാറിയത്. വാർത്തകൾ വിശദമായി. കേരള കമ്മ്യൂണിക്കേറ്റേഴ്സ് കേബിൾ ലിമിറ്റഡ് KCCL സംസ്ഥാന കൺവെൻഷന്റെ ഭാഗമായുള്ള സ്വാഗത സംഘ രൂപീകരണ യോഗം നടത്തി. സെപ്റ്റംബർ 27 ആലപ്പുഴയിൽ വെച്ചാണ് കൺവെൻഷൻ സംഘടിപ്പിക്കുന്നത്. സെപ്റ്റംബർ 27 ആലപ്പുഴയിൽ നടക്കുന്ന കേരള കമ്മ്യൂണിക്കേറ്റേഴ്സ് കേബിൾ ലിമിറ്റഡ് KCCL സംസ്ഥാന കൺവെൻഷന്റെ ഭാഗമായുള്ള സ്വാഗത സംഘ രൂപീകരണ യോഗം നടത്തി. ആലപ്പുഴ ഹിമാലയ കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച യോഗം കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ ഉദ്ഘാടനം ചെയ്തു. ഇനിയും പല ന്യായങ്ങളും പല കാരണങ്ങളും, മഴ പെയ്യും, ചിലപ്പോൾ വെള്ളം പൊങ്ങും, പല പല പ്രശ്നങ്ങളുണ്ടാവും. അതൊക്കെ ഓരോ കാരണങ്ങളായി പറഞ്ഞുകൊണ്ട് KCCLന്റെ ഈ കൺവെൻഷനുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കകത്ത് ഏതെങ്കിലും തരത്തിൽ ഒരു കുറവുണ്ടാവാതെ ഇനി മുതൽ അങ്ങോട്ട് നിങ്ങൾ നോക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം. തന്നെയുമല്ല, ഇതിന്റെ വിജയം എന്ന് പറയുന്നത് നിങ്ങളുടെ എല്ലാം വിജയമാണ്. കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നും ആയിരക്കണക്കിന് ആളുകളാണ് ആലപ്പുഴയിലേക്ക് വരുന്നത്. ഇപ്പൊ ആലപ്പുഴയിൽ ഇത് നടത്തിയപ്പോൾ തന്നെ ഇപ്പൊ കണ്ണൂര്, കാസർഗോഡ് ജില്ലകളിലെ ആളുകൾക്ക് ട്രെയിൻ ടിക്കറ്റ് കിട്ടിയിട്ടില്ല. കാരണം മാവേലി മാത്രമാണ് ഇങ്ങോട്ടുള്ളത്, അവർക്ക് കിട്ടിയിട്ടില്ല. അവിടെ നിന്ന് വരുന്ന ആളുകൾ എറണാകുളത്ത് വന്ന് ഇനി അവിടെ നിന്ന് വല്ല ബസ്സുമൊക്കെ പിടിച്ചു വേണം ആലപ്പുഴ വരാൻ. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി നിസാർ കോയാപ്പറമ്പിൽ യോഗത്തിൽ അധ്യക്ഷനായി. KCCL മാനേജിംഗ് ഡയറക്ടർ PP സുരേഷ് കുമാർ, ഡയറക്ടർ C സുരേഷ് കുമാർ, COA ആലപ്പുഴ ജില്ലാ സെക്രട്ടറി S ഷിബു എന്നിവർ സംസാരിച്ചു. COA ആലപ്പുഴ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ, ആലപ്പുഴ ജില്ലയിലെ മേഖലാ കമ്മിറ്റികളിൽ നിന്നുള്ള ഓപ്പറേറ്റർമാർ എന്നിവർ യോഗത്തിൽ സംബന്ധിച്ചു. സംസ്ഥാന കൺവെൻഷന്റെ വിജയകരമായ നടത്തിപ്പിനായി വിവിധ കമ്മിറ്റികളെയും യോഗത്തിൽ തിരഞ്ഞെടുത്തു. NGO യൂണിയൻ ആലപ്പുഴ സിവിൽ സ്റ്റേഷൻ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പച്ചക്കറി കൃഷിക്ക് തുടക്കമായി. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രി അങ്കണത്തിൽ ആരംഭിച്ച കൃഷി അമ്പലപ്പുഴ MLA ചിസ്ലാം തൈനട്ട് ഉദ്ഘാടനം ചെയ്തു. NGO യൂണിയൻ ആലപ്പുഴ സിവിൽ സ്റ്റേഷൻ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓണം വിപണി ലക്ഷ്യമാക്കിയുള്ള പച്ചക്കറി കൃഷിക്ക് തുടക്കം കുറിച്ചു. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയുടെ സഹകരണത്തോടെ ആശുപത്രി അങ്കണത്തിലാണ് പച്ചക്കറി കൃഷിക്ക് തുടക്കം കുറിച്ചത്. ആശുപത്രി അങ്കണത്തിൽ നടന്ന ചടങ്ങ് അമ്പലപ്പുഴ MLA ചിസ്ലാം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാട്ടിൽ വിഷരഹിതമായ ഭക്ഷ്യവസ്തുക്കൾ ഉണ്ടാവുക എന്നുള്ളത് നമ്മുടെ സൊസൈറ്റിയുടെ, സമൂഹത്തിൻ്റെ ആകെ ആരോഗ്യത്തിനൊരു പ്രശ്നമാണ്. അത് പലപ്പോഴും അത്രയും ഒരു പ്രാധാന്യത്തിൽ നമ്മുടെ സമൂഹം പലപ്പോഴും കാണുന്നില്ല എന്നൊരു കുറവ് നമ്മുടെ കേരളത്തിൽ കാണാൻ കഴിയുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഒരു പ്രയാസം നമുക്ക് മനസ്സിലാവണമെങ്കിൽ ഓരോ വീടുകളിലും ചികിത്സയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന പണം, മരുന്ന് എല്ലാ മാസവും മരുന്ന് വാങ്ങിക്കാൻ അല്ലെങ്കിൽ അസുഖം വരുമ്പോൾ ചികിത്സിക്കാനൊക്കെ വാങ്ങേണ്ടി വരുന്ന, ചെലവഴിക്കേണ്ടി വരുന്ന പണത്തിൻ്റെ അളവ് വളരെ വളരെ വലുതാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് സർവ്വസാധാരണമായി ക്യാൻസർ രോഗികളെ കാണാൻ പറ്റും. വളരെയേറെ കൂടുതലായി കിഡ്നി രോഗികളെ കാണാൻ പറ്റും. ജൈവ കൃഷി നമ്മുടെ സംസ്കാരമായി മാറണം. ഓരോ വീടുകളിലും കൃഷി ചെയ്യാൻ എല്ലാവരും തയ്യാറാകണം. വിഷരഹിതമായ പച്ചക്കറികൾ ഉണ്ടാക്കുക എന്നത് സമൂഹത്തിന്റെ ആകെ ആവശ്യമാണെന്നും പച്ചക്കറി ഉൽപാദനത്തിൽ നാം ലക്ഷ്യത്തിലേക്ക് അടുക്കുകയാണെന്നും ചിസ്ലാം MLA അഭിപ്രായപ്പെട്ടു. യൂണിയൻ ഏരിയ പ്രസിഡന്റ് വിനിത റെഡ്ഡി ചടങ്ങിൽ അധ്യക്ഷയായി. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ KK ദീപ്തി, NGO യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം B സന്തോഷ്, യൂണിയൻ ജില്ലാ പ്രസിഡന്റ് N അരുൺകുമാർ, ജില്ലാ വൈസ് പ്രസിഡന്റ് G രാജേഷ്, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വിമൽ V ദേവ്, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ MS സന്തോഷ്, KS മനോജ് എന്നിവർ സംസാരിച്ചു. യൂണിയൻ ഏരിയ സെക്രട്ടറി PS സൈറസ് ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. ഒറ്റ ദിവസം കൊണ്ട് ഏറ്റവും കൂടുതൽ കാറുകൾ വിതരണം ചെയ്ത് ആലപ്പുഴ പാതിരാപ്പള്ളി ഇഞ്ചിയോൺ കിയ ഷോറൂം ശ്രദ്ധ നേടി.
ചിങ്ങമൊന്നിന്റെ ഭാഗമായി ഷോറൂമിൽ നടത്തിയ പ്രൗഢഗംഭീരമായ ചടങ്ങിലാണ് 30ഓളം കാറുകൾ ഉപഭോക്താവിന് കൈമാറിയത്. ന്യൂസ് സ്റ്റാർ ന്യൂസ് തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ടിലേക്ക്. സംസ്ഥാനത്ത് തന്നെ ആദ്യമായി ചിങ്ങമൊന്നിന് ഏറ്റവും കൂടുതൽ കാറുകൾ വിതരണം ചെയ്ത് ആലപ്പുഴ പാതിരാപ്പള്ളി ഇഞ്ചിയോൺ കിയ ഷോറൂം രംഗത്ത്. ഓരോ ജില്ലയിലും നിരവധി കിയ ഷോറൂമുകൾ ഉണ്ടെങ്കിലും ആദ്യമായിട്ടാണ് കെയുടെ ഒറ്റ ഷോറൂമിൽ നിന്നും വിവിധ ബ്രാൻഡുകളിലുള്ള 30ലധികം കാറുകൾ ഉപഭോക്താവിന് കൈമാറുന്നത്. ഇഞ്ചിയോൺ കിയ എന്ന പേരിൽ ആലപ്പുഴ പാതിരാപ്പള്ളിയിൽ ഷോറൂമിന്റെ പ്രവർത്തനം ആരംഭിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ ഓണത്തിന് മുന്നോടിയായിട്ടാണ് ഇത്രയും അധികം വാഹനങ്ങൾ വിതരണം ചെയ്ത് വേറിട്ട പ്രവർത്തനം കാഴ്ചവച്ചിരിക്കുന്നതെന്ന പ്രത്യേകതയും എടുത്തു പറയേണ്ടതാണ്. കിയ സോണറ്റ്, കിയ സീറോസ്, കിയ സെൽറ്റോസ്, കിയ ക്ലാവിസ് അടക്കമുള്ള വാഹനങ്ങളാണ് ചിങ്ങം 1-നോടനുബന്ധിച്ച് ഷോറൂം അങ്കണത്തിൽ സംഘടിപ്പിച്ച പ്രൗഢഗംഭീരമായ ചടങ്ങിൽ ഉപഭോക്താവിന് കൈമാറിയത്. ഇഞ്ചിയോൺ കിയ സെയിൽസ് വൈസ് പ്രസിഡന്റ് പ്രേംജിത്ത് സോമൻ, ഇഞ്ചിയോൺ കിയ ഏരിയ ജനറൽ മാനേജർ ആർ രാജേഷ്, ഇഞ്ചിയോൺ കിയ പാതിരാപ്പള്ളി ഷോറൂം സെയിൽസ് മാനേജർ അരുൺകുമാർ, മറ്റ് ജീവനക്കാർ എന്നിവർ ആഘോഷപരമായ ചടങ്ങിന് നേതൃത്വം നൽകി. ഞങ്ങൾക്ക് വേണം തൊഴിൽ, ഞങ്ങൾക്ക് വേണം മതേതര ഇന്ത്യ എന്ന മുദ്രാവാക്യമുയർത്തി ഡിവൈഎഫ്ഐ ആലപ്പുഴ ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സമരസംഗമം സംഘടിപ്പിച്ചു. ആലപ്പുഴ സിക്രിയ ബസാർ ജംഗ്ഷന് സമീപം സംഘടിപ്പിച്ച പരിപാടി CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം H. സലാം MLA ഉദ്ഘാടനം ചെയ്തു. ഞങ്ങൾക്ക് വേണം തൊഴിൽ, ഞങ്ങൾക്ക് വേണം മതേതര ഇന്ത്യ എന്ന മുദ്രാവാക്യമുയർത്തി ഡിവൈഎഫ്ഐ ആലപ്പുഴ ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സമരസംഗമം സംഘടിപ്പിച്ചു. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം H. സലാം MLA സമരസംഗമത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മനോഹരമായെല്ലാം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. മൺമറഞ്ഞു പോയ ഒരുപാട് കവികൾ ആ സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറഞ്ഞു വെച്ച വാചകങ്ങൾ നമ്മളിന്ന് ജീവിക്കുന്നതിനിടയിൽ എത്രയോ പ്രസക്തമാണ്. എത്രയോ പതിറ്റാണ്ടുകൾക്ക് അപ്പുറത്ത് ഒരു നാടിനോട് പറഞ്ഞ കവിവാക്യമാണെങ്കിലും അതെല്ലാം നമ്മൾ നോക്കിയാൽ ഇപ്പോഴും എത്രയോ പ്രസക്തമായ സംഗതികളാണ്. എവിടെ മനസ്സ് നിർഭയമായിരിക്കുന്നുവോ അവിടെയാണ് സ്വാതന്ത്ര്യം, എവിടെ ശിരസ് ഉയർത്തി നിൽക്കുന്നുവോ അവിടെയാണ് സ്വാതന്ത്ര്യം എന്നാണ് രവീന്ദ്രനാഥ് ടാഗോർ സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറഞ്ഞത്. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, മാനികൾക്ക് പാരതന്ത്ര്യം, മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം എന്ന് പറഞ്ഞ കുമാരനാശാനാണ്. ആണ്ടേക്ക് ഒരിക്കൽ ഒരു ഓഗസ്റ്റ് 15 അരുമയായി നുണയുന്ന മധുരമോ ഭാരതം എന്ന ചോദ്യം ഒരു സമൂഹത്തോട് ചോദിച്ചത് കേരളത്തിലെ പ്രിയപ്പെട്ട കവികളാണ്. ഇങ്ങനെ നമ്മൾ നോക്കിയാൽ എത്രമായി ഈ ഓരോ ചോദ്യത്തിന്റെയും ഉള്ളിൽ നിൽക്കുന്ന ഉത്തരം എന്ന് പറയുന്നത് ലളിതമായി കിട്ടിയ ഒന്നല്ല, ഈ രാഷ്ട്രത്തിന്റെ സ്വാതന്ത്ര്യം എന്നുള്ളതാണ്. മധുരകരമായ ഓർമ്മ മാത്രമല്ല ഒരു രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം എന്നുള്ളതാണ്. ആ സ്വാതന്ത്ര്യം എന്നുള്ളതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാവണമെങ്കിൽ ആ രാജ്യ സ്വാതന്ത്ര്യ സമ്പാദനത്തിന്റെ തീക്ഷ്ണമായ സമര മുഹൂർത്തങ്ങളെ ഒന്നുകൂടി നമ്മൾ ഓർമ്മിച്ചാൽ നമുക്ക് മനസ്സിലാവും. നമ്മൾ സ്കൂൾ ക്ലാസ്സിൽ അല്ലെങ്കിൽ മറ്റു ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചു പോകുന്നുള്ളവരാണ്. അല്ലെങ്കിൽ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമ്പാദന ചരിത്രമെല്ലാം നമ്മൾ വായിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുള്ളവരാണ്. ആ പ്രക്ഷോഭത്തിന്റെ എല്ലാ ഏത് ഏടുകൾ നോക്കിയാലും ദേശീയ പ്രസ്ഥാനമായ അന്നത്തെ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള സമരം നോക്കിയാൽ രാജ്യത്തെ ഭഗത് സിംഗ് ഉൾപ്പെടെയുള്ള പോരാളികളുടെ സമര മുഹൂർത്തങ്ങൾ വായിച്ചാൽ ഇന്ത്യയുടെ മതനിരപേക്ഷതയെയും ജനാധിപത്യ മൂല്യങ്ങളെയും തച്ചുടച്ച് RSSന്റെ അജണ്ടയ്ക്കനുസരിച്ച് നാടിനെ കൊണ്ടുപോകാമെന്ന് കരുതേണ്ടതില്ലെന്ന് H. സലാം പറഞ്ഞു. സെക്രിയ ബസാറിൽ സംഘടിപ്പിച്ച സമരസംഗമത്തിൽ ബ്ലോക്ക് പ്രസിഡന്റ് അനീഷ് കുര്യൻ അധ്യക്ഷനായി. ബ്ലോക്ക് ട്രഷറർ നിതിൻ സതീശൻ, ജോയിന്റ് സെക്രട്ടറി NJ ജയകൃഷ്ണൻ, വൈസ് പ്രസിഡന്റുമാരായ രമ്യ സുർജിത്ത്, K. കമൽ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ ഉണ്ണി കണ്ണൻ, ദീപു ബോസ്, CPIM ഏരിയ സെക്രട്ടറി അജയ് സുധീന്ദ്രൻ, VG വിഷ്ണു, അഡ്വക്കേറ്റ് S. അനിൽ, KJ പ്രവീൺ, PK സുധീഷ് എന്നിവർ സംസാരിച്ചു. നേരത്തെ EMS സ്റ്റേഡിയത്തിന് സമീപത്ത് നിന്നും സമ്മേളന നഗരിയിലേക്ക് നടത്തിയ പ്രകടനത്തിൽ 100 കണക്കിന് യുവജനങ്ങൾ പങ്കെടുത്തു. ബ്ലോക്ക് സെക്രട്ടറി G. ശ്രീജിത്ത് ചടങ്ങിന് സ്വാഗതം പറഞ്ഞു.
എമിഗ്രേഷൻ ഫണ്ട് പ്രവാസി നിധിയിലേക്ക് നൽകുക, വിമാനയാത്രാ നിരക്ക് നിയന്ത്രിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രവാസി ഫെഡറേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കളക്ടറേറ്റ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. എമിഗ്രേഷൻ ഫണ്ട് പ്രവാസി നിധിക്ക് നൽകുക, വിമാനയാത്രാ നിരക്ക് നിയന്ത്രിക്കുക, ക്ഷേമനിധി പ്രായപരിധി എടുത്തുകളയുക, മിനിമം പെൻഷൻ 5000 രൂപയാക്കി വർദ്ധിപ്പിക്കുക, പ്രവാസി സ്റ്റാറ്റസ് സമയപരിധി എടുത്തുകളയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. പ്രവാസി ഫെഡറേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നഗരസഭ ശതാബ്ദി മന്ദിരത്തിന് മുന്നിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് കളക്ടറേറ്റ് പടിക്കൽ അവസാനിച്ചു. തുടർന്ന് നടന്ന ധർണ E.T. ടൈസൺ മാസ്റ്റർ MLA ഉദ്ഘാടനം ചെയ്തു. ആ ഫണ്ടിൽ മാത്രം 2022 കണക്ക് പ്രകാരം 571.4 കോടി രൂപ മിച്ചമുണ്ടെന്നാണ്. 571 കോടി രൂപ 2022 അതിനുശേഷം 23, 24, 25 തീയതികളിലെ കണക്ക് കേന്ദ്ര ഗവൺമെന്റ് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. അത് കൂട്ടിച്ചേർന്നാൽ ഞങ്ങളെല്ലാം പ്രതീക്ഷിക്കുന്നത് ഏകദേശം 1000 കോടി രൂപയോളം വരുന്ന സംഖ്യയാണ് ഡെഡ് മണിയായി മറ്റൊന്നും ചെയ്യാതെ വെറുതെ കിടക്കുന്നത്. നമുക്ക് ലോകത്തിലുള്ള എല്ലാ വിദേശ രാജ്യങ്ങളിലുള്ള പ്രവാസികളെയൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ ഒരു പ്രത്യേകത ഇന്ത്യയിലെ പ്രവാസികൾക്കുണ്ട് എന്ന് നിസ്സംശയം പറയാൻ കഴിയും. എന്താ പ്രത്യേകത? പ്രവാസി ഫെഡറേഷൻ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് G. ഹരികുമാർ ധർണയിൽ അധ്യക്ഷത വഹിച്ചു. CPI ആലപ്പുഴ ജില്ലാ സെക്രട്ടറി S. സോളമൻ മുഖ്യ പ്രഭാഷണം നടത്തി. പ്രവാസി ഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി B. അൻസാരി ധർണയ്ക്ക് സ്വാഗതം പറഞ്ഞു. സുരേഷ് ബാബു, നൂറുദ്ദീൻ കുന്നുംപുറം, കമാൽ നൌഷാദ്, ഹാഷിം, ടോം ജേക്കബ്, റിയാസ് ഇസ്മായിൽ, കരുണാകരപിള്ള എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരള കമ്മ്യൂണിക്കേറ്റേഴ്സ് കേബിൾ ലിമിറ്റഡ് KCCL സംസ്ഥാന കൺവെൻഷന്റെ ഭാഗമായുള്ള സ്വാഗത സംഘ രൂപീകരണ യോഗം ചേർന്നു. സെപ്റ്റംബർ 27 ആലപ്പുഴയിൽ വെച്ചാണ് കൺവെൻഷൻ സംഘടിപ്പിക്കുന്നത്. NGO യൂണിയൻ ആലപ്പുഴ സിവിൽ സ്റ്റേഷൻ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പച്ചക്കറി കൃഷിക്ക് തുടക്കമായി. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രി അങ്കണത്തിൽ ആരംഭിച്ച കൃഷി അമ്പലപ്പുഴ MLA ഇസ്ലാം തൈനട്ട് ഉദ്ഘാടനം ചെയ്തു. ഒറ്റ ദിവസം കൊണ്ട് ഏറ്റവും കൂടുതൽ കാറുകൾ വിതരണം ചെയ്ത ആലപ്പുഴ പാതിരാപ്പള്ളി ഇഞ്ചിയോൺ കിയ ഷോറൂം ശ്രദ്ധ നേടി. ചിങ്ങമൊന്നിന്റെ ഭാഗമായി ഷോറൂമിൽ നടത്തിയ പ്രൗഢഗംഭീരമായ ചടങ്ങിലാണ് 30ഓളം കാറുകൾ ഉപഭോക്താവിന് കൈമാറിയത്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.